പാലക്കാട് വോട്ടിന് പണം നൽകിയ സംഭവത്തിൽ NDA പ്രതിനിധികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. 24 ആണ് വാർത്ത പുറത്തുവിടുന്നത്. ഷാരിഖ് ഉണ്ട് വിവരങ്ങളുമായി. ഷാരിഖ്, വിവരങ്ങൾ. അമൃത, വോട്ടിന് പണം നൽകിയ സംഭവത്തിൽ ഒടുവിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് NDA പ്രതിനിധികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വിവിധ വകുപ്പുകൾ ചേർത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസെടുക്കാൻ അല്പം വൈകിയതിന്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ, അതായത് ഈ പോലീസുകാർക്ക് ഈ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട കേസായതിനാൽ അവർക്ക് നേരിട്ട് എടുക്കാൻ കഴിയില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അല്പം വൈകിയത്. അതായത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. തുടർന്ന് കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് 8 മണിയോടുകൂടി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് NDA പ്രതിനിധികൾക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന NDA പ്രതിനിധികൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷനാണ്. കാരണം ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കണ്ണാടി പഞ്ചായത്തിലെ തരുവക്കുറിശിയിലെ പടിഞ്ഞാറേ മുറിവിത്തിലെ താമസിക്കുന്ന ദേവു എന്ന വയോധികയ്ക്ക് NDA സംഘത്തിലെ ഒരു വനിത, അത് സിമി സജീവ് നായർ എന്ന് പറയുന്ന BJPയുടെ ഭാരവാഹിയായ മുംബൈ മലയാളി വനിതയായ ഒരു വനിത ശോഭാ സുരേന്ദ്രൻ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ അവർ ആ വീട്ടിലെത്തി ബാഗിൽ നിന്നും 5000 രൂപ എടുത്തു കൊടുക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് പുറത്തുവിട്ട് ഈ വാർത്താ പുറം ലോകം അറിയുന്നത്. അത്തരത്തിൽ അത് വലിയ വിവാദമായി തീരുന്നു. പിന്നീട് UDF-ഉം അതുപോലെ തന്നെ LDF-ഉം ഒരേപോലെ പരാതി നൽകുന്നു. വിഷയത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും ഉൾപ്പെടെ ഇടപെടുന്നു. ജില്ലാ കളക്ടറോട് നടപടി റിപ്പോർട്ട് തേടുന്നു. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. അവർ ദേവുവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. ആദ്യം ദേവു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പണം നൽകിയെന്ന് തന്നെയായിരുന്നു. എന്നാൽ മകൻ തൊട്ടടുത്തുണ്ടായിരുന്നു. മകന്റെ ഇടപെടലിൽ ദേവു മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം മാറ്റി പറഞ്ഞു. അത്തരത്തിൽ വീണ്ടും പിന്നീട് ഈ ഉദ്യോഗസ്ഥരെത്തി ഇവരുടെ മൊഴി ശേഖരിച്ചു. ഇതിനുശേഷം ജില്ലാ കളക്ടർക്ക് ഈ റിപ്പോർട്ട് നൽകി. ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. കാരണം RDO വരണാധികാരിയായ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വരണാധികാരിയായ RDOക്ക് ഈ വിഷയത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് അന്വേഷണങ്ങൾ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. നിയമവശാൽ, അതായത് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമേ RDOക്ക് അന്വേഷിക്കാൻ കഴിയുള്ളൂ. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പണം നൽകിയിട്ടുണ്ടോ അത്തരത്തിലുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനാണ് കൂടുതലായി ഈ വിഷയത്തിൽ അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ വിഷയം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുറത്തുവിട്ട ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. അതിന്റെ ഇതിപ്പോൾ എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അതായത് അമൃത, ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടി എന്ന് പറയുന്നത്, കാരണം 11-ാം തീയതിക്ക് മുൻപാകെയാണ് പാലക്കാട് ജില്ലാ കളക്ടർ RDOയോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞ് 2 ദിവസത്തിനപ്പുറം, അതായത് 11-ാം തീയതിക്ക് മുൻപാകെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഈ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കർക്ക് അയക്കും. അതിനുശേഷം അവിടെ നിന്ന് ആ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അത് കൈമാറും. തുടർന്നായിരിക്കും ഇതിന്റെ നടപടി എന്താണെന്നുള്ളത് നമുക്ക് പുറത്ത് അറിയാൻ കഴിയുകയുള്ളൂ. അതായത് ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ഇത് നടന്നിരിക്കുന്നത്. പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത്. കാരണം പണം കൊടുത്തോ മറ്റു വസ്തുക്കൾ കൊടുത്തോ വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടില്ല. അത്തരത്തിൽ അത് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ തെളിവുകൾ കൃത്യമായി ഉണ്ടെങ്കിൽ അന്വേഷണ വിധേയമായി അതായത് ആ നിയമസഭാ സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിലും അല്ലെങ്കിലും അയോഗ്യയാക്കി കൽപ്പിക്കണമെന്ന് തന്നെയാണ് ഇതിന്റെ ചട്ടം. അത്തരത്തിൽ ഇത് ഇപ്പോ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ RDOയും നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിലുള്ള കടുത്ത നടപടികളോ അല്ലെങ്കിൽ മറ്റു ലഘൂകരിക്കുന്ന നടപടിയോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഷാരിഖ്, തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞിരുന്നു, അവർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പണം നൽകിയിട്ടില്ല, ഈ കൂടെ വന്ന സ്ത്രീ അത് ആരാണെന്ന് അറിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ 24 ആ ദൃശ്യങ്ങൾ അടക്കം പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയും ആ സ്ത്രീയുടെ ദൃശ്യങ്ങൾ അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇതൊരു വലിയ വിഷയമായി മാറുമോ? വോട്ടേഴ്സിനിടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനും അവർക്ക് മാറി ചിന്തിക്കുവാനുള്ള ഒരു കാരണമായൊക്കെ മാറാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായും അനൂപ്, കാരണം ഈ BJP NDA ക്യാമ്പിന്റെ ഇത് രണ്ടാമത്തെ വിവാദമാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അരങ്ങേറുന്നത്. ആദ്യം ദിവസങ്ങൾക്ക് മുൻപ് UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ BJPയുടെ ശക്തി മേഖലയായ വടക്കന്തറയിൽ വോട്ട് ചോദിച്ച് ചെല്ലുന്നതിനിടെ തടയുകയുണ്ടായി. അത് വലിയ രീതിയിൽ വിവാദം ആളിക്കത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആ വിവാദം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം, അതായത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ നിൽക്കെ ഏകദേശം മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. BJPക്ക് ഇത് അവർക്ക് പ്രതിരോധം തീർക്കാൻ പോലും സമയമില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം BJP പാലക്കാട് നിയോജക മണ്ഡലം കണക്കാക്കുന്നത് ഒരു A ക്ലാസ് മണ്ഡലമായിട്ടാണ്. അവർ എല്ലാ വിജയ സാധ്യതയും ഈ മണ്ഡലത്തിൽ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവരുടെ വലിയ കാടടച്ചുള്ള ഒരു പ്രചാരണം തന്നെയാണ് അവർ നടത്തിയത്. വലിയ രീതിയിൽ അവർ പ്രചാരണം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ പാലക്കാട് എത്തിയിരുന്നു. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ എത്തിയിരുന്നു. മറ്റു BJPയുടെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും എല്ലാം പാലക്കാട് പ്രചാരണത്തിനായി എത്തിയിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ BJP വലിയ ഏറെ പ്രതീക്ഷയോടെ കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിൽ തന്നെ നിയമം കഴിഞ്ഞാലും അതുപോലെ തന്നെ അല്ലെങ്കിൽ നിയമത്തിനൊപ്പം BJP പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട് നിയോജക മണ്ഡലം. ശോഭാ സുരേന്ദ്രനെ പോലുള്ള BJPയുടെ സംസ്ഥാന നേതാവ് മത്സരത്തിനെത്തുമ്പോൾ അവർ ഏറെ പ്രതീക്ഷ വെച്ചിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്നാണ് ഇത്തരത്തിൽ ഒരു വിവാദം ഈ അവസാന ഘട്ടത്തിൽ എത്തുന്നത്. അത് മറികടക്കാൻ BJPക്ക് എന്തായാലും പാലക്കാട് വോട്ടിന് പണം എന്ന സംഭവത്തിൽ NDA പ്രതിനിധികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവതരമായ ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ഇന്നത്തെ ഈ വാർത്താ ദിനത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളടക്കം 24 കേരളം വിധി എഴുതാൻ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തീർച്ചയായും ജനങ്ങൾക്ക് ഒരു കാരണം കൂടി കിട്ടുകയാണ്. അതെ, ജനങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി ചിന്തിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.